നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ വൃക്കകൾക്കും നേരിയ തകരാറുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ട്. ഓക്സിജൻ നൽകുന്നത് തുടരുകയാണ്. അതേസമയം മാർപ്പാപ്പ ഇന്നലെ ആശുപത്രിയിൽ നിന്നും പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. തനിക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി അറിയിച്ച് മാർപ്പാപ്പ ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു. 10 ദിവസം മുമ്പാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം വൃക്കകളുടെ പ്രവർത്തന രീതി തന്നെ ആകെ ബാധിച്ചിരിക്കുകയാണ്. ശ്വാസതടസ്സം കാരണം അദ്ദേഹത്തിന് ഓക്സിജൻ നൽകുന്നത് തുടരുകയാണ്. ഞായറാഴ്ച ആശുപത്രിയിൽ മുറിയിലിരുന്ന മാർപ്പാപ്പ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ലോകമെമ്പാടും തനിക്കായി പ്രാർത്ഥിക്കുന്നവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പറഞ്ഞതായും വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് കടുത്ത ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച കൃത്രിമ ശ്വാസവും രക്തവും നൽകേണ്ടി വന്നിരുന്നു. അനീമിയയെ തുടർന്ന് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനാലാണ് രക്തം നൽകേണ്ടി വന്നത്. ശ്വാസമുട്ടലിനെ തുടർന്ന് 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. റോമിലെ ജെമേലി ആശുപത്രിയിലാണ് ചികിത്സ. ഈ മാസം 6-ന് മാർപ്പാപ്പയ്ക്ക് ഈ ബ്രോങ്കൈറ്റിസ് സ്ഥിരീകരിച്ചിരുന്നു. മാർപ്പാപ്പയുടെ വരും ദിവസങ്ങളിലെ എല്ലാ പരിപാടികളിലും അറിയിപ്പുണ്ടാകുന്നതുവരെ റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാർപ്പാപ്പയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. മാർപ്പാപ്പ ആരോഗ്യവാനാണെന്നും നന്നായി സംസാരിക്കുന്നുണ്ടെന്നും 20 മിനിറ്റ് നീണ്ട സന്ദർശനത്തിന് ശേഷം അവർ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് ഏതാനും ദിവസങ്ങൾ കൂടി ആശുപത്രി വാസം വേണ്ടി വന്നേക്കുമെന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. മാർപ്പാപ്പ ബോധവാനാണ് എന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു. ശ്വാസകോശ അണുബാധ ഉള്ളതിനാലും രക്തം നൽകിയതിനാലും ഉയർന്ന അളവിലാണ് ഓക്സിജൻ കൊടുക്കുന്നത്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞെന്നും കണ്ടെത്തിയതോടുകൂടിയാണ് രക്തം നൽകിയത്. കഴിഞ്ഞ ദിവസം നില അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നലെ രാവിലെയോടുകൂടിയാണ് സ്ഥിതി പെട്ടെന്ന് മോശമായത്. തുടർച്ചയായി ശ്വാസമുട്ടലുണ്ടായി വളർച്ചയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോമിലെ ഗമേലി ആശുപത്രിയിൽ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സന്ദേശങ്ങൾ അയച്ചവർക്ക് മാർപ്പാപ്പ നന്ദി അറിയിച്ചു. മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തുടരുമ്പോഴാണ് മാർപ്പാപ്പയുടെ സന്ദേശം ഇന്നലെ വത്തിക്കാൻ പുറത്തുവിട്ടത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. ന്യൂമോണിയയുടെ സങ്കീർണതയായി സംഭവിക്കുന്ന രക്തത്തിലെ ഗുരുതരമായ അണുബാധയായ സെപ്സിസ് ആരംഭിക്കുന്നതാണ് മാർപ്പാപ്പ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.